വാസ്തവത്തിൽ ധന്യെ കൺഫ്യൂഷൻ മാറ്റണമേ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കൺഫ്യൂഷൻ ജയറാം പറയുന്ന പോലെ, ജയറാം ഇതിലൊരു പ്രതിയാണ് വാസ്തവത്തിൽ, ഇല്ലേ, പ്രതിപട്ടികയിലില്ലെങ്കിലും ആ കൺഫ്യൂഷൻ മാറുന്നില്ല. കാരണം ഇതിൽ പല ദേവസ്വം ബോർഡുകളുണ്ടല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെ ഇത് നെയ്യാറ്റിൻകര ദേവസ്വം ബോർഡ് പറയുന്നത്, ഞാൻ പറയാം, ധ്വജവാഹനം ഉൾപ്പെടെ സ്വത്തുക്കൾ ദേവസ്വം സ്വത്തെന്ന് 2012 ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയ നടപടിക്രമത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ദേവസ്വം സ്വത്താണെന്ന്. ഇനി മറ്റൊന്നിൽ നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ, അതും ദേവസ്വത്തിൻ്റെയാണ്. അപ്പോൾ അയാൾ ഇതൊന്നും വായിച്ചു നോക്കിയിട്ടില്ല. അയാൾ 2016, വെറും 4 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ മുമ്പേ നടന്ന ഒരു സാധനം കാണാതെ ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് ധ്വജ ത്യാഗത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ധ്വജത്തിൽ നമ്മൾ വേണ്ടാന്ന് വെക്കുക, ചരിഞ്ഞ് നിൽക്കുകയോ എല്ലാം ചെയ്യുന്നതുകൊണ്ട് വേണ്ടാന്ന് വെക്കേണ്ടി വരും. ഉറും പരിചയമുണ്ട് ശബരിമല. മറ്റേ ചിലടത്ത് ചിലപ്പോൾ കൊടിമരം ചിലപ്പോൾ തേക്കും ഉണ്ടായിരിക്കാം. അതാണെങ്കിലും ചിലപ്പോൾ അടിയുന്ന ഇവന്മാരൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് ശരിക്കും ഒന്ന് പൂശിയാൽ മതി. പിന്നെ കുമ്മായോ മറ്റോ പൂശിയാൽ ഈ ഉറുമ്പിൻ്റെ ശല്യമൊന്നും വരില്ല. അതൊന്നും ചെയ്യില്ല, മെയിൻ്റെനൻസ് നടത്തുകയല്ല. അത് പോട്ടെ, നമ്മൾ അതല്ലല്ലോ ഡിസ്കഷൻ. ധ്വജത്യാഗത്തിന് ശേഷം തന്ത്രിയുടെ ഉപയുക്തമായി ലഭിക്കേണ്ട ധ്വജാഗ്രവാഹനം എന്ന് പറഞ്ഞാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വാഹനം. അതാണ് ഈ സംസ്കൃതത്തിലൊക്കെ കടുകട്ടി സംസ്കൃതത്തിൽ. ധ്വജവുമായി ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളും അഷ്ടദിക്പാലകർ തുടങ്ങിയ ക്രമപ്രകാരം തന്ത്രിക്ക് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. തന്ത്രിക്ക് കൊടുക്കണമെന്ന്